സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ സംഘടനയായ സിഇഒയുടെ ഇടവണ്ണ യൂണിറ്റ് സമ്മേളനം നടത്തി. സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സംഘടനയുടെ ജില്ലാ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. സിഇഒ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ജീവനക്കാരുടെ ഒരു സംഘടനയാണ്. കേരളത്തിലെ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ കുറച്ച് സംഘടനകളിൽ ഒരു സംഘടനയാണ് സിഇഒ എന്ന് പറയുന്നത്. കേരളത്തിൽ ഒരുപക്ഷെ കുറച്ചു കാലം മുമ്പ് വരെ സിഇഒ എന്ന് പറഞ്ഞാൽ അധികം ആളുകൾക്ക് പരിചയമില്ലാത്തൊരു സംഘടനയായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചു കാലമായി സിഇഒ എന്ന് പറയുന്ന സംഘടനയെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും ഒക്കെ മറ്റുള്ളവർ കൂടി വലിയ പ്രാധാന്യത്തോടു കൂടി പരിഗണിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ തലത്തിലൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒന്നോ രണ്ടോ സംഘടനകൾ മാത്രമായിരുന്നു സർക്കാരുകൾ പോലും പരിഗണിച്ചിരുന്നത് സഹകരണ മേഖലയിലെ വിഷയങ്ങൾ വരുമ്പോൾ. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരണ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ നിയമനിർമ്മാണങ്ങളൊക്കെ നടക്കുമ്പോൾ ജീവനക്കാരുടെ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ സിഇഒക്കൊന്നും വലിയ ഒരു പ്രാതിനിധ്യം കിട്ടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് മറ്റുള്ള സംഘടനകളെക്കാൾ ഏറെ സിഇഒയുടെ അഭിപ്രായത്തെ ഈ മേഖലയിലെ പല ആളുകളും അതോടൊപ്പം തന്നെ ജീവനക്കാരും ഒക്കെ ശ്രദ്ധിക്കുന്നു എന്ന ഒരു വലിയ സാഹചര്യത്തിലേക്ക് നമ്മുടെ സംഘടനയുടെ പ്രവർത്തനം എത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ നേതാക്കന്മാർ തന്നെയാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. ഇങ്ങനെ ഒരു യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത് സംഘടന അതിൻ്റെ 40ാം വാർഷിക സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ചടങ്ങിൽ മുൻ ബാങ്ക് ജീവനക്കാരെ ആദരിച്ചു. നുബൈൽ കാഞ്ഞിരാല അധ്യക്ഷനായ ചടങ്ങിൽ പി.ടി. ഷഫീഖ് അലി, ബാങ്ക് പ്രസിഡന്റ് യു കുഞ്ഞുമുഹമ്മദ്, സെക്രട്ടറി വി അജിത, തൗഫീഖ് റഹീം, എൻ സുബ്രഹ്മണ്യൻ, വി.പി. ജസീം എന്നിവർ സംസാരിച്ചു. സഹകാരികളുടെ സഹയാത്രികനായി ബാങ്കിംഗ് സേവന രംഗത്ത് നൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി പ്രവർത്തിച്ചുവരുന്ന എടവണ്ണ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കായി മാറിയിരിക്കുന്നു. മെമ്പർമാരായ നിക്ഷേപകർക്ക് അപകടമരണ ഇൻഷുറൻസ് 1 ലക്ഷം രൂപ വരെ നൽകി വരുന്നു. മരണപ്പെട്ട മെമ്പർമാരുടെ ലോണുകൾക്ക് 3 ലക്ഷം രൂപ വരെ റിസ്ക് ഫണ്ട് ആനുകൂല്യം. നിക്ഷേപങ്ങൾക്ക് 8.25% വരെ ഉയർന്ന പലിശ നിരക്ക്. സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിൽ കാർഷിക ധനസഹായം. 6.25% നിരക്കിൽ ഗോൾഡ് ലോൺ, കുടുംബശ്രീ ലോണുകൾ, ലളിതമായ വസ്തുവായ്പാ നടപടികൾ. സുതാര്യം, സുരക്ഷിതം. എടവണ്ണ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, എടവണ്ണ. ഫോൺ 048327000261. ബ്രാഞ്ചസ് ഒതായി, പത്തപ്പിരിയം.